തിരുവനന്തപുരത്ത് കോളറ സ്ഥിരീകരിച്ചു. വയറിളക്കം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 10 വയസ്സുകാരനാണ് കോളറ സ്ഥിരീകരിച്ചത്. നെയ്യാറ്റിൻകര ഭിന്നശേഷി ഹോസ്റ്റലിലെ അന്തേവാസിയായ ആര്യനാട് സ്വദേശി അനു മരിച്ചത് കോളറ ബാധിച്ചാണെന്ന സംശയവുമുണ്ട്. 6 പേരെ രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിലും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശവും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി അരുൺ മോഹനൻ ചേരുന്നു. അരുൺ, ആദ്യമുണ്ടായ മരണം കോളറയാണ് എന്ന് പൂർണ്ണമായി സ്ഥിരീകരിക്കുന്ന രീതിയിലേക്ക് ആരോഗ്യവകുപ്പ് കടന്നിട്ടുണ്ടോ? എന്തെല്ലാം നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത്? ഈ സൂചിപ്പിച്ചതുപോലെ ആദ്യം മരിച്ച ആര്യനാട് സ്വദേശിയായ അനു, അദ്ദേഹത്തിന്റെ മരണം കോളറ ബാധിച്ചാണെന്നുള്ളത് സ്ഥിരീകരണം വരാനുണ്ട്. അതേസമയം അദ്ദേഹത്തിനോടൊപ്പം ആശുപത്രി ചികിത്സ നേടിയ ആ വിദ്യാർത്ഥികളിൽ അല്ലെങ്കിൽ അവരിൽ ഒരാൾക്ക് 10 വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥിക്ക് കോളറ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. അടിയന്തര യോഗം കൂടുന്നതായി DMO അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ആരോഗ്യ നിർദ്ദേശം പ്രകാരം വെള്ളം തിളപ്പിച്ചു കഴിക്കുക, ഈ പറയുന്ന മത്സ്യമാംസാദികൾ അവ വേവിച്ച് വളരെ സുരക്ഷിതത്തോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് പഞ്ചായത്ത് അധികൃതർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. നിലവിൽ അതിനുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതേസമയം ഈ നിമിഷം വരെ ഇതിന്റെ ഉറവിടം എവിടെ നിന്നാണെന്നുള്ളത് കണ്ടെത്തിയിട്ടില്ല. ഈ പറയുന്ന കാരുണ്യ കാരുണ്യ ബഡ് സ്കൂളിലായിരുന്നു ആദ്യമായി ഈ ഒരു കോളറ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അവിടെ പുറത്തുനിന്ന് ഒരു ഭക്ഷണ പദാർത്ഥവും കൊണ്ടുവരുന്നില്ല, അവിടെ വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരുന്നില്ല എന്നൊക്കെ അധികൃതർ പറയുന്നു. എന്നാൽ ഇത്തരം ഒരു കേസ് എങ്ങനെ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു ആശങ്കയുണ്ട്. എന്തായാലും ആ പരിസരത്തു നിന്നുള്ള വെള്ളത്തിന്റെ സാമ്പിൾ, അവിടെ ചികിത്സയിലുള്ള ആൾക്കാരുടെ സാമ്പിൾ ഒക്കെ ഇപ്പോൾ നോക്കി വരികയാണ് ആരോഗ്യവകുപ്പ്. തലസ്ഥാനം ജാഗ്രതയിൽ. കോളറ ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഉണ്ടായ ഒരു മരണവും കോളറ മൂലമാണെന്നുള്ള സംശയമുണ്ട്. കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരിക്കുന്നു.